അൻവറും ഫിറോസും വരാന്തയിൽ നിന്ന് സംസാരിക്കുന്നിടയ്ക്ക് പിന്നിൽ എന്നൊരു വിളി. അൻവർ! മധുരമായ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കും, അതാ നിൽക്കുന്നു ആയിഷ. അൻവറെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, അൻവർ, ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് ആ മരത്തിൻ്റെ അടുത്ത് വരെ വരുമോ? കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ അൻവറിന് വായ പൊങ്ങില്ല. ശബ്ദം തൊണ്ടകത്ത് നിന്ന് കളിക്കുന്നു. അൻവർ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ മുന്നോട്ട് നടന്നു. ഫിറോസ് അൻവറിനെ പറഞ്ഞയച്ചു. മരച്ചുവട്ടിൽ അവർ രണ്ടു പേരും മാത്രം. കാറ്റിൽ പൂക്കൾ താഴെ വീഴുന്നുണ്ട്. പേടമാൻ്റെ മീ പോലെയുള്ള ആയിഷയുടെ കണ്ണുകൾ പരിഭവവും ഭയവുമൊക്കെ അവൾ കണ്ടു. എന്ത് പറയുമെന്ന നിലയിലാണ് അവൻ. മൗനം അവർക്കിടയിൽ നിലയുറപ്പിച്ചു. അവസാനം തുടങ്ങിയത് ആയിഷ തന്നെയാണ്. ഒന്ന് സംസാരിക്കണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു. നേരിൽ പറയാൻ ധൈര്യവുമില്ല, പറഞ്ഞു ശീലവുമില്ല. അതുകൊണ്ട് ഈ കത്ത് വായിക്കണം. ഇതിനുള്ള മറുപടിയും കാത്ത് നാളെ ഇതേ സമയം ഇതേ മരച്ചുവട്ടിൽ കാത്തിരിക്കും, വരണം. ഇത്രയും പറഞ്ഞ് അൻവറിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊണ്ട് അവൾ ഓടിപ്പോയി. അവൻ അൻവർ കത്ത് കയ്യിൽ പിടിച്ചു നിന്ന് വിറച്ചു. അവൻ്റെ സിരകളിൽ